അപ്പൊ കൃഷ്ണൻ ശരിക്കും ആരാണ്? ശരിക്കും കൃഷ്ണൻ ആരാണ്? അത് നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൃഷ്ണൻ്റെ ആ ഒരു ചിത്രം കിട്ടുമായിരുന്നു. ഈ ഒരു സ്തുതി അല്ലെങ്കിൽ ഈ ഒരു മന്ത്രം നിങ്ങളൊക്കെ ബൈഹാർട്ട് പഠിക്കണം. കൃഷ്ണൻ ആരാണ്? ഇത് ഭാഗവതത്തിൽ 10-ാം സ്കന്ധത്തിൽ 59-ാമത് അധ്യായത്തിൽ 27-ാം ശ്ലോകത്തിൽ വ്യാസഭഗവാൻ എഴുതി വച്ചിട്ടുണ്ട്. ഭഗവാനെ ഏത് രൂപത്തിലാണ് കാണേണ്ടത്, അല്ലെങ്കിൽ ശരിക്കും ഭഗവാന്റെ രൂപം ഏതാണ്? അപ്പം ഭഗവാനെ കൂടുതലും വർണ്ണിക്കുന്നത് നമ്മൾ ഈ കാണുന്ന കൃഷ്ണൻ്റെ രൂപമാണ്. ഗുരുവായൂരമ്പലത്തിൽ കാണുന്ന ഉണ്ണിക്കണ്ണനായിട്ട്, അമ്പാടിക്കണ്ണനായിട്ട്, ഓടക്കൊള്ളെടുത്ത കണ്ണനായിട്ട്, പട്ടുകോണെടുത്ത കണ്ണകനായിട്ട് ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ആ രൂപത്തെ വർണ്ണിക്കുമ്പോഴും ഭഗവാന്റെ ശരിക്കുള്ള രൂപം ഏതാണ്? ഭഗവാന്റെ ആ രൂപത്തെയാണ് ഇവിടെ 10-ാം സ്കന്ധത്തിൽ 59-ാമത് അധ്യായത്തിൽ 27-ാം ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. അപ്പം അവിടെ എന്താ പറയുന്നത്? എല്ലാവരും ഒന്ന് ചൊല്ലൂ. നമോ ഭഗവതേ തുഭ്യം, നമോ ഭഗവതേ തുഭ്യം, വാസുദേവായ വിഷ്ണവേ, പുരുഷായ ആദിബീജായ പൂർണ്ണബോധായ തേ നമഃ. ആരാണ് ഭഗവാൻ? ഓം നമോ ഭഗവതേ തുഭ്യം, വാസുദേവായ വിഷ്ണവേ, പുരുഷായ ആദിബീജായ പൂർണ്ണബോധായ തേ നമഃ. ചൊല്ലെല്ലാവരും. ഓം നമോ ഭഗവതേ തുഭ്യം. ഞാൻ പറയുന്നത് ആവർത്തിക്കൂ. ഓം നമോ ഭഗവതേ തുഭ്യം, വാസുദേവായ വിഷ്ണവേ, പുരുഷായാദിബീജായ പൂർണ്ണബോധായ തേ നമഃ. പൂർണ്ണബോധായ തേ നമഃ. പൂർണ്ണബോധായ തേ നമഃ. ഭഗവാൻ ആരാണ്? പൂർണ്ണബോധം. ഇപ്പം നമ്മളിൽ ബോധമുണ്ട്, ഭഗവാൻ പൂർണ്ണബോധമാണ്. ആ പൂർണ്ണതയിലല്ല ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നമ്മളിപ്പം നിൽക്കുന്നത് അംശബോധത്തിലാണ്. ഏത് ബോധത്തിലാണ്? അപ്പം നമ്മൾ ആ അംശബോധത്തിൽ നിന്നും പൂർണ്ണബോധത്തിലേക്ക് ഉയരുമ്പോൾ നമ്മളും ഭഗവാനും ആരായി? ഒന്നായി. ഒന്നായ നിന്നൈക രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിൻ്റെ പദമിണ്ടാവതല്ല മമ. പണ്ടേ കണക്ക വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിക നാരായണായ നമ. ഒന്നായ നിന്നൈക. ഒന്നായിരുന്നു, പിന്നെ രണ്ടായി, ഇനി വീണ്ടും പണ്ടേ കണക്ക വരുവാൻ, വീണ്ടും അങ്ങയിലേക്ക് എത്തിച്ചേരുവാൻ കൃപാവലികൾ അത് ഉണ്ടാക വേണം എന്ന് പറയുന്ന പോലെ നമ്മളൊക്കെ മനസ്സിലാക്കണം. നമ്മൾ ജിജ്ഞാസുവായി അവസാനം ജ്ഞാനീഭക്തനായി മാറണം. അപ്പം ഇവിടെ ആർക്കും അവരുടെ മനസ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? ഉയർത്തിയെടുക്കാൻ പറ്റും. അപ്പം ചില ക്ലാരിറ്റി മതി നിങ്ങൾക്ക്, വേറൊന്നും വേണ്ട. എന്താണ് ഈ ക്ലാരിറ്റി? പ്രഹ്ലാദൻ പറയുന്നത് ഭഗവാൻ ആരോടാണ് കൂടുതൽ കാരുണ്യം കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ വിചാരം അമ്പലത്തിൽ തിക്കും തിരക്കൊക്കെ കൂട്ടി മുന്നിൽ പോയി തൊഴുന്നവരെയാണ് ഭഗവാൻ കുറച്ച് പരിഗണിക്കുക എന്നുള്ളതാണ്. ഇപ്പം ചിലവരാണെങ്കിൽ ഒട്ടും ഇക്കാര്യത്തിൽ ക്ഷമ കാണിക്കില്ല. എത്ര ഇടിക്കാൻ പറ്റും അത്ര ഇടിക്കും. ചിലവരാണെങ്കിൽ മുന്നിൽ നിൽക്കുന്നവൻ്റെ തോളിൽ കയറിയിട്ട് നിന്നിട്ടാ തൊഴുക. കാരണം നമുക്കതിലൊരു ഭ്രാന്തുണ്ട്. ഇത്തിരി ഉണ്ടോ? ദീപാരാധന സമയത്ത് ആൾക്കാർക്ക് എവിടുന്ന് ഇത്തിരി ഭ്രാന്ത് കയറുമെന്ന് എനിക്കറിയില്ല. എങ്ങനെയെങ്കിലും ഇടിച്ച് കയറി തൊഴുത് കണ്ടില്ലേ? ആ കുംഭമേളയ്ക്ക് 10-30 ആൾക്കാർ പാവം അവിടെ തീർന്നു. ക്ഷമ വേണം. ആളുകൾ ഈ ക്ഷമയില്ലാത്ത ഭക്തി കൊണ്ട് നടക്കുന്നതിന് കാരണം അവരത്ര തെറ്റിദ്ധരിക്കുകയാണ് ഭഗവാൻ മുന്നിലാണ്. അവരറിയുന്നില്ല ഭഗവാൻ ഉള്ളിലാണെന്ന്. ഇപ്പം നിങ്ങൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പഠിക്കണം. എന്ത്? ഭഗവാൻ മുന്നിലാണെന്ന് മനസ്സ് പറയുമ്പോൾ ഉടനെ പറയണം ഭഗവാൻ ഉള്ളിലാണ്, ഉള്ളിലാണ്, ഉള്ളിലാണ്. അതിങ്ങനെ പറയണം. മുന്നിലാണെന്ന് പറയുമ്പോൾ
നിങ്ങൾ പറയണേ ഇല്ല. ഉള്ളിലാണ്, ഉള്ളിലാണെന്ന് ഉറപ്പിക്കണം, വീണ്ടും വീണ്ടും ഉറപ്പിക്കണം. കാരണം മനസ്സത് മറന്നുപോയി കളയും. അപ്പം അങ്ങനെ ഉള്ളിലാണെന്ന ബോധം, അതെന്താണ് ഉള്ളിൽ എന്ന് പറഞ്ഞാൽ? നോക്കൂ നിങ്ങൾ, എന്തൊരു അത്ഭുതമാണ്. നിങ്ങൾക്കത് താല്പര്യം വേണം പഠിക്കാൻ. ഭഗവാനെ ഋഷിവര്യന്മാർ വിളിച്ചത് ആത്മാ എന്ന ശബ്ദമാണ്. ഹിന്ദു മതത്തിൽ മാത്രമാണ് ഭഗവാന് ആത്മാ എന്നൊരു ശബ്ദം. മറ്റു മതങ്ങളിലൊന്നും ഇല്ല. നമ്മൾ ഈ ശബ്ദത്തിന് വലിയ അർത്ഥം കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയും, ഇപ്പോഴും ഹിന്ദുക്കളായിട്ടില്ല. വി ആർ 99% ക്രിസ്ത്യനൈസ്ഡ് ഹിന്ദുക്കളാണ്. രൂപം കൊണ്ട് ഹിന്ദുവാണ്, ആരാധന രീതി മുഴുവൻ ക്രിസ്ത്യൻസ് കൊണ്ട് നടക്കുന്നതാണ്. കാരണം അവരെ സംബന്ധിച്ച് ദൈവം പുറത്താണ്. ഹിന്ദു മതത്തിൽ ദൈവം ആത്മാവാണ്. നിങ്ങൾ നോക്കൂ, ആവർത്തിച്ച് കൃഷ്ണൻ ഗീതയിലും ഭാഗവതത്തിലും ഇത് പറയുന്നുണ്ട്. ചില ശ്ലോകങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം, ഒന്ന് നോക്കുക. ഗീതയിൽ 10-ാം അധ്യായത്തിൽ 61-ാം ശ്ലോകം എടുക്കുക. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാം. 10-61 ഗീതയിൽ 10-61 ഈശ്വര 63 അല്ലേ? സോറി, 18 ഞാൻ ആ ചാപ്റ്റർ പറഞ്ഞ് തെറ്റിപ്പോയതാ. ചാപ്റ്റർ 18 18-61 18th ചാപ്റ്ററിലാണ് അത് വരിക. ആണോ? ശരിയാണോ? ശ്ലോകം 61 അല്ലേ? കറക്റ്റാണ്. ഇങ്ങനെ ഒരു അബദ്ധം പെട്ടെന്ന് പറഞ്ഞു, സോറി. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ തിഷ്ഠതി. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഗീതയിൽ ഉറപ്പിച്ചു പറയാണ്, ഈശ്വരൻ സർവഭൂതങ്ങളുടെയും പറയൂ ഹൃദയത്തിൽ. അപ്പൊ ഇത് ആണോ ഉൾക്കൊള്ളേണ്ടത്, അതോ ഈശ്വരൻ പുറത്താണ് എന്നതാണോ നമ്മൾ ഉറപ്പിക്കേണ്ടത്? ഇതിലേത് ആണ് ഉറപ്പിക്കേണ്ടത്? ഗീതയിൽ പറഞ്ഞ കാര്യം അനുസരിക്കേണ്ടതുണ്ടോ? വേണ്ട. അപ്പം നമ്മൾ ആ ഒരു മെച്യൂരിറ്റിയിലേക്ക് വരണ്ടേ? പുറത്ത് കാണുന്നതല്ല ഈശ്വരൻ, ഉള്ളിലാണ്. ഇനി അടുത്ത ചോദ്യം, ഏത് രൂപത്തിലാണ്? അപ്പം 10-20 പോകണം. 10-20 അവിടെ 10-20 പറയുന്നു, അഹം ആത്മാ ഗുഡാകേശ. അത്രയും മതി. ഞാൻ ആത്മാ രൂപത്തിൽ സർവഭൂതാശയസ്ഥിത, എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നു. അപ്പൊ ഈ ഭഗവാൻ ആത്മരൂപത്തിലിരിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇത്. അവർക്ക് പറയൂ, ഹിന്ദു മതം. ഇത് ക്രിസ്ത്യൻ മതത്തിലുമില്ല, ഇസ്ലാം മതത്തിലുമില്ല. അവർക്കൊക്കെ ഈശ്വരൻ എന്ന് പറയുന്നത് പുറത്താണ്, സ്വർഗസ്ഥനായ പിതാവാണ്. മനസ്സിലായില്ലേ? നമുക്ക് ഈശ്വരൻ ആത്മരൂപേണ ഭാതി. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനി വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമ. 5 വയസ്സുള്ള പ്രഹ്ലാദൻ ഭഗവാനെ എവിടെയാണ് കണ്ടത്? ഭഗവാൻ എവിടെയാണെന്നാണ് പ്രഹ്ലാദൻ പഠിച്ചത്? ഭാഗവതം 7-ാം സ്കന്ധം 6-ാം അധ്യായം 2-ാം ശ്ലോകം. ഇത് പ്രഹ്ലാദൻ അസുരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഭാഗവതം 7-ാം സ്കന്ധം 6-ാം അധ്യായം 2-ാം ശ്ലോകം. ഇത് ഭാഗവതത്തിൽ പ്രഹ്ലാദൻ അസുരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അവിടെ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? യദാഹി പുരുഷസ്യേഹ വിഷ്ണോ പാദോപസർപ്പണം യദേശ സർവഭൂതാനാം പ്രിയ ആത്മ ഈശ്വര സുഹൃത്ത്. ഈ ഒരു വരി ഓർത്താൽ മതി. പ്രിയ ആത്മ ഈശ്വര സുഹൃത്ത്. പ്രിയ ആത്മസ്വരൂപത്തിലിരിക്കുന്ന ഈശ്വരനാണ് എൻ്റെ സുഹൃത്ത്. ഏത് രൂപത്തിൽ? വളരെ വ്യക്തമാണ്. വരികൾ ഓർപ്പാണ്. വരികൾ കണ്ടോ?
ഞാൻ പറയണതൊന്നും ബ്ലൈൻഡിൽ എടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ നമ്പർ കൃത്യമായി പറഞ്ഞു തരുന്നത്. 7-ാം സ്കന്ധം 6-ാം അധ്യായം 2-ാം ശ്ലോകം ഭാഗവതത്തിൽ പറഞ്ഞതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ ഒരു അഭിപ്രായമല്ലത്. പ്രിയ ആത്മ ഈശ്വര സുഹൃത്ത് എഴുതി വെച്ചിട്ടുണ്ടോ വ്യാസഭഗവാൻ? എന്താ മിണ്ടാത്ത നിങ്ങൾ? കാണുന്നുണ്ടോ വരികൾ? അതാണോ ഉൾക്കൊള്ളേണ്ടത്? പ്രിയ ആത്മ ഈശ്വര എന്ന് പറയൂ എല്ലാവരും. ആത്മ ഈശ്വര ഏത് രൂപത്തിലാണ് ഭഗവാനെ കാണുന്നത്? ആത്മരൂപത്തിൽ. ഇനി വ്യാസഭഗവാൻ തന്നെ കൃഷ്ണനെ കാണാൻ നമ്മളോട് പറയുന്ന വരികൾ, ഇത് ശ്രീ ശുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയണം, കൃഷ്ണനെ അങ്ങ് ശരിക്കും കാണണമെന്ന്, ഗുരുവായൂരപ്പനെ കാണണമെന്ന്. ഏത് രൂപത്തിലാണ് കാണാൻ പറയുന്നത് അറിയോ? 10-ാം സ്കന്ധം 14-ാം അധ്യായം 56-ാം ശ്ലോകം. 10-ാം സ്കന്ധം 14-ാം അധ്യായം 55-ാം ശ്ലോകം. 10-ാം സ്കന്ധം ഭാഗവതം മൂലം 55-ാമത് ശ്ലോകം. കൃഷ്ണം ഏനം അവേഹിത്വം ആത്മാനം അഖിലാത്മനാം. ഹേ പരീക്ഷിത് മഹാരാജൻ, കൃഷ്ണനെ ഗുരുവായൂരപ്പനെ ശരിക്കും കണ്ടാലും, അങ്ങേക്ക് ഗുരുവായൂരപ്പനെ ശരിക്കും കാണണം എന്നുണ്ടെങ്കിൽ, അറിയണം എന്നുണ്ടെങ്കിൽ, അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ, ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ, അടുക്കണമെന്നുണ്ടെങ്കിൽ, അങ്ങേ ആ ഗുരുവായൂരപ്പനിലേക്ക് അലിയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ, കൃഷ്ണം അവേഹി, കൃഷ്ണനെ കണ്ടാലും കൃഷ്ണനെ അറിഞ്ഞാലും എവിടെ കാണേണ്ടത്? ആത്മാനം അഖിലാത്മനാം. ഏത് വാക്കാണ് ഉപയോഗിച്ചത്? ആത്മാ എന്ന വാക്കാണ്. ഇവരൊക്കെ, ഈ മഹാന്മാരൊക്കെ ഭഗവാനെ ഏത് രൂപത്തിൽ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്? ഈ ആത്മാ എന്നുള്ള ശബ്ദം, ഇത് നമ്മൾ അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. മുന്നിൽ കാണുന്ന ഒരു വിഗ്രഹ രൂപത്തിൽ കണ്ട് തൊഴുതു പോവാനാണോ പറഞ്ഞിരിക്കുന്നത്? പറയൂ, ആണോ? അല്ല. അപ്പം ആത്മാ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം പിടികിട്ടണം നമുക്ക്. ഇതെങ്ങനെയാണ് ഋഷിവര്യന്മാര് ഈ ശബ്ദങ്ങളൊക്കെ രൂപപ്പെടുത്തിയത്? സംസ്കൃത ഭാഷയ്ക്കുള്ളൊരു പ്രത്യേകത. സംസ്കൃത ഭാഷ, ചൈനയുടെ ഭാഷ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചൈനീസ് ലാംഗ്വേജ് എന്നുള്ളത്. അത് മുഴുവൻ പിക്ചറൈസ്ഡ് ഭാഷയാണ്. അപ്പം അവർ ടെമ്പിൾ എന്ന് എഴുതുകയാണെങ്കിൽ ആ ടെമ്പിൾ എന്നുള്ള ആ എഴുത്ത് തന്നെ ടെമ്പിളിൻ്റെ ഒരു മോഡലായിരിക്കും. അവരുടെ ചിത്രങ്ങളൊക്കെ അങ്ങനെയാണ്. സോ എന്താണോ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പറയുന്നത് ആ ലാംഗ്വേജിൽ തന്നെ. ഇപ്പം വീട് എന്ന് എഴുതുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ വീട് എന്ന് എഴുതുകയാണെങ്കിൽ വീടുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷെ അവർ വീട് എന്ന് എഴുതുകയാണ്, ഹൗസ് എന്ന് എഴുതുകയാണെങ്കിൽ അത് ആ ചിത്രങ്ങളത് വീടിൻ്റെ ഒരു രൂപത്തിലായിരിക്കും. അതാണ് ഈ ചൈനീസ് ലാംഗ്വേജിൻ്റെ ഒരു പ്രത്യേകത. സംസ്കൃത ഭാഷയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ അക്ഷരത്തിനും അർത്ഥമുള്ള ഭാഷയാണ് സംസ്കൃതം. ഓരോ അക്ഷരത്തിനും. അതാണ് സംസ്കൃതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ പ്രപഞ്ചത്തെ സംസ്കൃതത്തിൽ വിളിക്കുക ജഗത്ത് എന്നാണ്. ഈശാവാസ്യ ഉപനിഷത്തിലെ ഫസ്റ്റ് മന്ത്രം എടുത്ത് നോക്കി കാണാം. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന ഭുഞ്ജീത മാ കൃതകസ്യ സിദ്ധ. ജഗത്ത്, ഈ ജഗത്ത് എന്നുള്ള വാക്ക് 5000 വർഷം മുമ്പ് പ്രപഞ്ചത്തിനിട്ട പേരാണ് ഭാരതീയര്. ജഗത്ത് നമ്മളൊക്കെ കോമൺലി ഉപയോഗിക്കുന്ന വാക്കാണ് അല്ലേ? ജഗത്ത്. ഈ ജഗത്തിൽ ആരാ ഉള്ളത്? ഈ ജഗത്ത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അമ്മയെ വിളിക്കുന്ന, ദേവി വിളിക്കുന്ന പേര് ജഗദംബ വിളിക്കാറുണ്ട് അല്ലേ? ഇപ്പം പലർക്കും പേരുണ്ട്. പാലക്കാട് നിങ്ങൾ അഗ്രഹാരത്തിൽ പോയ ഒരുപാട് ജഗദമ്മമാരെ കാണാം. ജഗദംബിക, ജഗദംബ അല്ലേ? ജഗത്ത് എന്നുള്ള വാക്ക്. അപ്പം ജഗത്ത് എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് നോക്കിയാൽ, ആദിശങ്കരാചാര്യസ്വാമികൾ, ഇത് വേദത്തിലുള്ളതാണ്, ആദിശങ്കരാചാര്യസ്വാമികൾ അതൊക്കെ ഒന്ന് പൊടി തട്ടി നമുക്കൊന്നുകൂടിയും കാണിച്ചു തന്നു മാത്രം. അതിന് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് ജായതേ ഗച്ഛതി തിഷ്ഠതി ഇത്യവ ജഗത്ത് എന്നാണ്. ജായതേ പറഞ്ഞാൽ ദാറ്റ് വിച്ച് ഈസ് ബോൺ. ബോൺ എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റഡ്, പ്രകടമായത്.
പിന്നെ ഇത് ഗച്ഛതി, ജ മീൻസ് ജായതേ, ഗ മീൻസ് ഗച്ഛതി. ഗച്ഛതി പറഞ്ഞാൽ പോകുന്നു, താ എന്ന് പറഞ്ഞാൽ തിഷ്ഠതി. ഇത് നിങ്ങൾക്ക് പറയുമ്പോൾ ഒരു വികാരം ഉണ്ടാവില്ല, എനിക്കറിയാം. അതായത് ഈ കാണുന്ന രൂപങ്ങളൊക്കെ സൂക്ഷ്മമായ ഊർജത്തിൽ നിന്നും ജനിച്ചതാണ്, മാനിഫെസ്റ്റഡ് ആണ്. ഇനി ഇതെന്ത് ചെയ്യണു? ഒന്നും പെർമനൻ്റ് അല്ല. ഗച്ഛതി, കീപ്പ് ഓൺ മൂവിങ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയ കേൾക്കാറില്ലേ, മുന്നോട്ട് പോകും, മുന്നോട്ട് പോകും, മുന്നോട്ട് പോകും. അതന്നെ ഈ ഗുരുവായൂർ അമ്പലത്തിൽ കല്യാണം നടത്തുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അവിടെ ഇപ്പോഴതൊക്കെ പോയി, പണ്ട് കാലത്തായിരുന്നു. അവിടെ ആ മണ്ഡപത്തിൽ കല്യാണം നടത്തുമ്പോൾ ഇവിടെ എല്ലാറ്റിനും കോയ്മക്കാരുണ്ട്. നിങ്ങൾക്കറിയോ അമ്പലത്തിൻ്റെ പ്രത്യേകത? ഇവിടെ മേൽശാന്തിയുണ്ട്, തന്ത്രി ഉണ്ടെങ്കിലും ഇവിടെ പൂജിക്കാൻ ചില കോയ്മയുണ്ട്. അതിന് ഓദിക്കന്മാരെന്ന് പറയും. 4 ഇല്ലക്കാർക്ക് ഓദിക്കന്മാർക്ക് അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവർക്ക് റൂട്ടുണ്ട്, ഒരിതുണ്ട്, അവർക്ക് അകത്ത് കയറി പൂജിക്കും. ഇതുപോലെ ഈ കഴകത്തിന് 10 വാര്യർ സമാജത്തിന്, വാര്യർ ഗ്രൂപ്പിന് അവർക്കൊരു അവകാശമുണ്ട്. പിന്നെ ചില നമ്പീശന്മാർക്കൊരു അവകാശമുണ്ട്. പലർക്കും ഇങ്ങനെ ഓരോന്ന്, അരി കുത്താൻ അവകാശം, എല്ലാറ്റിനും അവകാശങ്ങളാണ്. ഇതുപോലെ ആ മണ്ഡപത്തിൽ മാല എടുത്തു കൊടുക്കാൻ അതിനും അവകാശം, എല്ലാറ്റിനും അവകാശമുള്ളൊരു സ്ഥലമാണ് ഗുരുവായൂർ. അപ്പോൾ ഈ കല്യാണ മണ്ഡപത്തിൽ പോയി കല്യാണം നടത്തും ആൾക്കാർ. അപ്പോൾ അവിടെ ഈ തുളസിമാലയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഈ ആൾക്കാർക്ക്, അവിടെ അതിൻ്റെ പണി ചെയ്യുന്നവർ, കാര്യകർത്താക്കൾക്ക്, അവർക്ക് ധൃതിയാണ്, അവർക്ക് 100 കൂട്ടം പണിയുണ്ട്. ഇവരെ കെട്ട് കഴിഞ്ഞിട്ട് വേണം അടുത്ത കെട്ട്. അപ്പോൾ അവരിത്തിരി ധൃതി വയ്ക്കും. ഇവരിങ്ങനെ ടുണ്ടുണ്ടുണ്ടുണ്ടു, പാവം ജീവിതത്തിൻ്റെ ആദ്യത്തെ പടിയിലേക്ക് കടക്കുകയാണ്, നാളെ എന്തൊക്കെയാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ടെൻഷനിലൊക്കെ ആയിരിക്കും ആണും പെണ്ണും കല്യാണ മണ്ഡപത്തിലൊക്കെ കയറുന്നത്. അപ്പോഴേക്കും ഇവർ പറയും, അങ്ങോട്ട് ബഹളം വെച്ചിട്ട് പറയും, വേഗം കല്യാണം മാലയിടാൻ പറയും. 2 പേർക്കും മാലയൊക്കെ കൊടുക്കും അമ്പലത്തിൽ. അത് കഴിഞ്ഞാൽ കൈക്ക് ചേർത്ത് വെച്ചിട്ട് പറയും, ഇനി അങ്ങോട്ട് കറങ്ങിക്കോളൂ എന്ന്. ഇപ്പം കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടുന്ന അനുഗ്രഹമാണ്, അന്ന് തുടങ്ങും ഈ പാവങ്ങൾ കറക്കം തുടങ്ങും, അവിടുന്ന് തുടങ്ങും. എന്നാൽ അമ്പലത്തിൽ ചെന്നിട്ട് ഭഗവാനോട് പറയാം, കറക്കല്ലേ ഭഗവാനെ, കറക്കം ഒഴിവാക്കാനാണ് കെട്ടിയത്. അപ്പോൾ അവിടെ ചെല്ലുമ്പം അവിടുത്തെ 2 കാവൽക്കാർ ചുറ്റി വരൂ. ഇപ്പം ജീവിതം മുഴുവൻ ഈ ചുറ്റിക്കറക്കം തന്നെ. ഗുരുവായൂരിൽ വെച്ച് മിക്കവാറും കല്യാണം കഴിഞ്ഞാൽ കിട്ടുന്ന അനുഗ്രഹമാണ് ചുറ്റിക്കറക്കം. കറങ്ങിയിട്ട് വാ. കാര്യം ഭഗവാൻ അറിയാം, കുറേ കറങ്ങിയ എൻ്റെ അടുത്ത് തന്നെ വരും എന്നുള്ളത്. ലാസ്റ്റ് എവിടെ വരുള്ളൂ? ഭഗവാന്റെ അടുത്ത് വരും എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഈ ഒരു കാര്യം ഓർക്കുക. ഭഗവാനെ ശരിക്കും നിങ്ങൾക്ക് അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ എവിടേക്ക് തന്നെ നോക്കണം? അവേഹിത്വം ആത്മാനം അഖിലാത്മനം. ഈ ആത്മാ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. ആ എന്ന അക്ഷരത്തിന് മനസ്സ് ആവിർഭവതി. മനസ്സ് എവിടെ നിന്നാണോ ഉണരുന്നത്, ആവിർഭാവം എന്ന ശബ്ദത്തിൽ നിന്നാണ് ആ എടുത്തിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. മനസ്സ് ഉണർന്നാലേ പ്രപഞ്ചാനുഭവം ഉള്ളൂ നമുക്ക്. അപ്പം മനസ്സ് എവിടെ നിന്ന് ഉണർന്നു എന്നതാണ് ഋഷിവര്യന്മാരെ കണ്ടെത്തിയത്. അപ്പം എവിടെ നിന്നാണോ മനസ്സ് ഉണരുന്നത് അത് പൂർണ്ണബോധത്തിൽ നിന്നാണ്. അത് തന്നെയാണ് ഗുരുവായൂരപ്പൻ. അപ്പം നമ്മുടെ മനസ്സിനെ ഉണർത്തുന്ന പൂർണ്ണബോധമാണ് ആര്? ഗുരുവായൂരപ്പൻ. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവണം. കണ്ണുമനമാകുന്ന കണ്ണതിൻ പൊരുൾ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അത് മർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണുമനമാകുന്ന കണ്ണതിൻ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും രമണ മഹർഷിയും പറയുന്നത് ആത്മദർശനം കൃഷ്ണദർശനം. കൃഷ്ണനെ ഇവിടെ കണ്ടത് ആത്മദർശനാണ്. മനസ്സിലായില്ലേ? കൃഷ്ണനെ ശരിക്കും കാണണമെങ്കിൽ, കാരണം കൃഷ്ണൻ ആത്മാവാണ്. അപ്പം മനസ്സ് ഉണർന്നു വരുന്ന മനസ്സ് ബോധത്തിൻ്റെ ഒരു അംശമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എല്ലാവരും എൻ്റെ അംശമാണ്. എല്ലാവരും ആരുടെ അംശം? ഇപ്പം നമുക്കത് തോന്നിയില്ല. നമുക്കിപ്പം നമ്മൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും ഭഗവാനും തമ്മിൽ ഒരു ബന്ധവുമില്ല.
ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ. എന്നെ മനസ്സിലായില്ലേ ഭഗവാനെ എന്ന്. എല്ലാ മാസവും വന്ന് തൊഴുന്ന ആളല്ലേ ഞാൻ. ഇപ്പം ഭഗവാൻ ആരാണ്? എൻ്റെ ഓർഡർ അനുസരിച്ച് എനിക്ക് സപ്ലൈ ചെയ്യുന്ന ഒരാൾ. എനിക്ക് എന്തൊക്കെ വേണോ അതൊക്കെ പറഞ്ഞാൽ ആര് നടത്തിത്തരണം? ആര് നടത്തിത്തരണം? ഇപ്പം ഞാൻ വലിയവനും ഭഗവാൻ എൻ്റെ നടത്താലോ, ശരി, എന്താ വേണ്ടത്? കല്യാണമോ നടത്തിത്തരാം. അപ്പം നമ്മുടെ ഒരു ആശ്രിതനായിട്ട് നമ്മൾ പറയുന്ന കൽപ്പനകൾ, എന്നിട്ടോ നമ്മളാണെങ്കിൽ പറയണത് നടത്തി തന്നാൽ പാൽപ്പായസം കഴിപ്പിക്കാമല്ലോ. അതിൻ്റെ ഒരു കുറവിലാണ് അപ്പം ആരിയ്ക്കുന്നത്? ഭഗവാൻ ഇരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇല്ലേ? അപ്പം ഭഗവാൻ പഠിപ്പിക്കുന്നത് ഞാനെന്ന ഭാവമതു തോന്നണ്ട. ഈ ഞാനെന്ന് അധികകാലം വണ്ടി ഓടില്ല. അതിന് 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തോളിലേറ്റുന്നതും താഴെ ഇറക്കുന്നതും ഒക്കെ കഴിഞ്ഞ കാലം അല്ലേ? ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഉള്ളിൽ ബോധം വേണം. ഞാൻ എന്നത് അവിടുത്തെ അംശോഹം. ആരാണ്? ഞാൻ അവിടുത്തെ ഒരു അംശം. അവിടുന്ന് പൂർണ്ണം. ആരാണ് അവിടുന്ന്? പൂർണ്ണബോധം. ഞാൻ അവിടുത്തെ ഒരു ആ അംശമായ എന്നെ ഉണർത്തിയത് ആരാണ്? ഗുരുവായൂരപ്പ അങ്ങാണ്. ആ ആവിർഭവം താന്ന് പറഞ്ഞാൽ തിഷ്ഠ. ഏതൊരു ബോധമാണോ മനസ്സിന് ഉയർത്തിയത്, ആ ബോധത്തിലാണ് മനസ്സ് നിലനിൽക്കുന്നത്. അതാണ് ത. ഏതൊരു ബോധമുള്ളത് കൊണ്ടാണോ മനസ്സ് ഉറങ്ങുന്നത്, ലയിക്കുന്നത്, മീളനം ചെയ്യുന്നത്, അതാണ് ഭഗവാൻ. അപ്പം മനസ്സ് ഉണർന്ന് നിലനിർന്ന് ഉറങ്ങുന്നത് ഏതൊരു പൂർണ്ണബോധത്തിലാണോ അതാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ വിളിക്കുന്ന പേരാണ് പരം ആത്മ. മനസ്സിനെ വിളിക്കുന്ന പേരാണ് ജീവ ആത്മ. പൂർണ്ണബോധത്തിൽ നിന്നും വന്ന മനസ്സ് ജീവാത്മാവും, ഭഗവാൻ മനസ്സിനെ ഉണർത്തിയ ബോധം ഭഗവാൻ പരം ആത്മ.